ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ഗോവയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആട്ടോ. ആ ടെമ്പിളിന്റെ പേര് മങ്കേഷി ടെമ്പിൾ എന്നാണ്. ആ ടെമ്പിൾ ഗോവയിലെ പോണ്ട താലൂക്കിലുള്ള പ്രിയോൾ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഉള്ളത്. ആ അമ്പലം ഇരിക്കുന്ന വില്ലേജിന്റെ പേരും അമ്പലത്തിന്റെ പേരും പോലെ തന്നെയാണ്. മങ്കേഷി വില്ലേജ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. നമ്മൾ ഈ മങ്കേഷി എന്ന പേര് നമ്മൾ മലയാളികൾക്ക് അത്ര ഫെമിലിയർ അല്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെങ്കിലും ദേവി ടെമ്പിൾ ആണെന്ന്. പക്ഷെ അത് ശിവന്റെ അവതാരമായിട്ടുള്ള മങ്കേഷ് അഥവാ മങ്കരീഷ് എന്ന പ്രതിഷ്ഠയുള്ള ടെമ്പിൾ ആട്ടോ. ഗോവയുടെ തലസ്ഥാനമായിട്ടുള്ള പനാജിം അഥവാ പഞ്ചിമിൽ നിന്ന് 21 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ അമ്പലത്തിലേക്ക്. ഇത് ആദ്യം കൊർത്താലിം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഈ അമ്പലം ഉണ്ടായിരുന്നത്. 1560 പോർച്ചുഗീസുകാർ അമ്പലങ്ങളൊക്കെ തകർത്ത് തുടങ്ങിയപ്പോൾ ഈ അമ്പലത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ഇപ്പോൾ ഉള്ള സ്ഥലത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഈ അമ്പലത്തിന്റെ വെളിയിലായിട്ട് ഒരുപാട് പ്രായമുള്ള സ്ത്രീകളൊക്കെ പൂക്കൾ വിൽക്കാൻ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഇതിന്റെ വാതിക്കല്. അപ്പൊ ഈ അമ്പലത്തിന്റെ പിറവിക്ക് പിന്നിലൊരു ഐതിഹ്യമുണ്ട്. അതായത് പണ്ട് ശിവനും പാർവതിയും കൂടി ഒരു ഗെയിം കളിക്കുകയുണ്ടായി. ഒരു നമ്മുടെ ചൂതാട്ടം പോലെ ഒരു ഗെയിം കളിക്കുകയും ശിവൻ അതിൽ തോക്കുകയും പിന്നീട് കാട്ടിലേക്ക് പോവുകയുണ്ടായി. പിന്നീട് പാർവതിക്ക് ശിവനെ കാണാണ്ട് ജീവിക്കാൻ വയ്യാണ്ട് ശിവനെ അന്വേഷിച്ച് കാട്ടിലേക്ക് എത്തുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് ശിവൻ പാർവതിയെ പേടിപ്പിക്കാനായിട്ട് ഒരു ഒരു ടൈഗറിന്റെ രൂപത്തിൽ പാർവതിയെ പേടിപ്പിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ പാർവതി പേടിച്ചിട്ട് ത്രാഹി മാം ഗിരീഷ എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. എൻ്റെ അർത്ഥം പർവ്വതങ്ങളുടെ ദൈവമേ എന്നെ കാത്തുകൊള്ളണേ എന്നാണ്. അപ്പോൾ ഈ പർവ്വതങ്ങളുടെ ദൈവമാണ് മങ്കരീഷ് അഥവാ മങ്കേഷ്. ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് പിന്നീട് ഒരു ശിവലിംഗം കിട്ടുകയും പിന്നീട് അവിടെ വന്ന ഒരു ഇടയൻ ആ ശിവലിംഗത്തിനെ എടുത്ത് കൊർത്താലിം എന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയും ആണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ അമ്പലത്തിന്റെ പിറവിക്ക് പിന്നിലുള്ള ചരിത്രം.